പ്രകൃതി രമണീയമായി അലങ്കരിക്കപ്പെട്ട പാർത്ഥസാരഥി തിരുവാറന്മുളയപ്പൻ്റെ കഥയിലേക്ക് നമുക്ക് പോയാലോ. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം പാണ്ഡവർ പരീക്ഷിത്തിനെ ഹസ്തിനപുരത്തിൻ്റെ രാജാവായി കിരീടധാരണം ചെയ്ത് തീർത്ഥാടനം നടത്തിയത്രേ. 5 പാണ്ഡവർ സഹോദരന്മാരും പമ്പാതീരത്ത് വിഷ്ണു ഭഗവാനെ സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു. യുധിഷ്ഠിരൻ തൃച്ചാറ്റു മഹാവിഷ്ണു ക്ഷേത്രം നിർമ്മിച്ചു. ഭീമൻ പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം നിർമ്മിച്ചു. നകുലൻ തിരുവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം നിർമ്മിച്ചു. സഹദേവൻ തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം നിർമ്മിച്ചു. അങ്ങനെ അർജുനൻ പാർത്ഥസാരഥിയായി ഭഗവാനെ ആറന്മുളയിൽ പ്രതിഷ്ഠിച്ചു. 6 മുള കൊണ്ട് നിർമ്മിച്ച ഒരു ചങ്ങാടത്തിലാണ് വിഗ്രഹം ഇവിടെ എത്തിച്ചത്. അങ്ങനെയാണ് ആറന്മുള എന്ന പേര് വന്നത്. വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന 108 ദിവ്യദേശങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. പ്രധാന വഴിപാടായ വള്ളസദ്യ, ജനുവരി ഫെബ്രുവരി മാസം നടക്കുന്ന 10 ദിവസത്തെ ഉത്സവം, അഷ്ടമി രോഹിണി, അങ്ങനെ പ്രധാന ചടങ്ങുകളാണ്. ഭഗവാന്റെ മണ്ണിൽ വന്ന് തൊഴുതിട്ട് പോകുമ്പോൾ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അത്രയ്ക്ക് പ്രകൃതി രമണീയമാണ് ഈ സ്ഥലമെന്ന് ഞാൻ പറയുന്നു. ഇവിടുത്തെ പമ്പാതീരവും വള്ളസദ്യയും വള്ളങ്ങളും വഞ്ചിപ്പാട്ടും ഒക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഉണർവുണ്ടല്ലോ, അത് പറഞ്ഞാൽ തന്നെ അറിയില്ല. അത്രയ്ക്ക് നല്ലൊരു സന്തോഷം നിറഞ്ഞതാണ്. എനിക്ക് ഇത്രയും കഥ ഇങ്ങനെ പറയാൻ പറ്റിയത് തന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗജവീരന്മാരെ പറ്റിയും ഒരുപാട് കഥകളുണ്ട് ഇവിടെ. അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ആ മണി കണ്ടില്ലേ, അതിലും പിന്നൊരു കഥയുണ്ട്. അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഇവിടെ ഇനി പറയാൻ. ഇനി അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത പ്രാവശ്യം വന്ന് ഇതുപോലെ ഭഗവാനെ കാണാൻ എനിക്ക് സാധിക്കട്ടെ. ഭഗവാന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇവിടുത്തെ പമ്പാതീരം എന്ന് പറയുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ഈ ഒരു സമയത്ത്, അതായത് സെപ്റ്റംബർ ഓഗസ്റ്റ് മാസം ആ സമയത്ത് ചെല്ലുമ്പോൾ തന്നെ വള്ളങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന കാണാം. അങ്ങനെ വള്ളസദ്യക്ക് വരുന്ന വള്ളങ്ങളാണ്. തിരുവോണത്തോണി കിടപ്പുണ്ട് അവിടെ. ഇതിലാണ് ഭഗവാനെ തിരുവോണത്തോണിയായിട്ട് നമ്മൾ പറയുന്നത്. പമ്പാതീരത്തിൻ്റെ പ്രകൃതി ഭംഗി കണ്ടില്ലേ, ഇത്ര രസമാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. Thank you.